ഷാഫി മനുഷ്യക്കുരു നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. എറണാകുളത്തെ കടയിൽ ഭക്തിഗാനം വെച്ചതിനെ തുടർന്ന് കട നടത്തിയ ഷാഫിയുടെ ഭാര്യ നബീസ ചോദ്യം ചെയ്തു. തുടർന്ന് വീട്ടമ്മയും നബീസയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വൈകിട്ട് ഷാഫി മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കി. ഈ സമയത്തായിരുന്നു ഭീഷണിയെന്നും വീട്ടമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. എനിക്ക് പോലും അറിയത്തില്ല എന്നെ എന്തിനാ തെറി വിളിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ അറിയുന്നത് എന്നെ തെറി വിളിക്കുന്നത് എന്തിനാണെന്ന്. കടടത്തിരിക്കുന്ന ഞാൻ ഇവനോട് മിണ്ടത്തുമില്ല, ഇവിടെ എൻ്റെ ഭാര്യയോട് മിണ്ടത്തില്ല, ഒന്നുമില്ല. അവൾ ഏത് നേരവും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നു, ഞാൻ സെറ്റ് കൊണ്ട് കൊടുത്ത് നടക്കുന്നു, ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഞാൻ അയ്യപ്പൻ്റെ പാട്ട് വെക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏത് നേരവും ഭയങ്കര ബഹളമൊക്കെ ഇടുന്നുണ്ട്. ഞാനിതൊന്നും ഗവനിക്കാൻ പോകുന്നത്. എനിക്ക് അതിനൊന്നും അല്ല നേരം. എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉപജീവന മാർഗം നോക്കിയിരിക്കുകയായിരുന്നു. ഈ ഭാര്യയാണോ ഈ പാട്ട് വെക്കുന്നത്? ഇതെല്ലാം പറഞ്ഞു ഓണമുണ്ടാക്കുന്നത്. അയ്യപ്പന്റെ പാട്ട് ഇഷ്ടമല്ല. അവർക്ക് അയ്യപ്പന്റെ പാട്ട് ഇഷ്ടമല്ല. ഞാൻ അയ്യപ്പന്റെ പാട്ട് വെക്കുന്നു പറഞ്ഞ് ഭയങ്കര വെള്ളമല്ലേ. എനിക്ക് അമ്പലത്തിൽ പോകുന്നു, ഞാൻ സെറ്റ് കൊണ്ട് കൊടുക്കുന്നു, ഞാൻ ഒരുങ്ങി നടക്കുന്നു, ഞാൻ ഡൈ ചെയ്യുന്നു. അവൾ ഇതൊക്കെ നോക്കുന്നത് എന്തിനാ? അവൾ അവിടെ കടയിലെ കാര്യം ഒരു ദിവസം ഞാൻ തീർത്ഥങ്ങ് കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ നിന്റെ കടയിലെ കാര്യം നോക്കും, എൻ്റെ കടയിലെ കാര്യം ഞാൻ കാശ് മുടക്കി എടുത്ത സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഇതിനകത്ത്, നീ നിന്റെ കടയിലെ കാര്യം മാത്രം നോക്കണം പറഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ നല്ല ശരിക്കും അങ്ങ് കൊടുത്തു. അതവൻ പിടിച്ചില്ല. അവനപ്പം അന്ന് വൈകുന്നേരം പറഞ്ഞു കൊടുത്ത് കാണുമല്ലോ. ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെയായിരുന്നു. വേറെ ആൾക്കാർ വന്നിച്ച് പറഞ്ഞു, ചേച്ചി അതൊക്കെ വേറും ആൾക്കാർ, ചേച്ചി മിണ്ടാൻ പോകണ്ടത് ഇത്രയൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കും പോലെ. എന്നിട്ട് അന്ന് വൈകിട്ട് പുള്ളി വന്ന് വഴക്കുണ്ടാക്കി. അന്ന് വൈകിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ അകത്തൊന്നും ഇരിക്കും. ഞാൻ ഏതൊന്നും വന്നില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് വരുന്ന വഴിക്ക് അവർ ചോദിച്ചു, എവിടെ ചേച്ചി വരേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറയും, ഇന്നെടുത്ത് വാ, ഞാൻ ഇവിടെ പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങി നിന്നു. ഞാൻ ഫോണൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പുറത്തിറങ്ങി നിന്നപ്പോൾ അവൻ വീണ്ടും എൻ്റെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക്, അതുവരെ ഞാൻ പുറത്തിറങ്ങിയില്ല. എന്നെയാണ് ചെറിയ പറയുന്നത് പോലും ആർക്കും അറിയത്തില്ല. അതുവരെ ഈ പോലീസുകാർ വിളിച്ചപ്പോഴാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ ദേ ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞോണ്ട് നമ്മൾ ഷേണായ്സിൻ്റെ ഇട റോഡിലോട്ട് വാ, YMC ജംഗ്ഷൻ വരെ പോകണ്ട, അതിനിപ്പുറത്താണ് എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും പറഞ്ഞേച്ചും ഫോണും അവിടെ എൻ്റെ മേശപ്പുറത്ത് തന്നെ ഫോണും വെച്ചു ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് പോലീസുകാർ വരുന്നത്. ഞാൻ അപ്പം പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിരിക്കും, ഞാൻ സെറ്റ് കൊണ്ട് അവിടുത്തിരിക്കുന്നത് നോക്കിക്കുന്നു. അങ്ങനെ സന്ധ്യ നേരമാണ്, ഒരു 7 മണി നേരമാണ്. വന്ന് പിന്നെ അവനപ്പോൾ അകത്തോട്ട് കയറി പുറത്തോട്ട് ഇറങ്ങി നല്ല വെള്ളമാണ്. അങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ പറയുന്നതിന് മറുപടി നമ്മൾ പറയാനും പോയാലോ അവനേക്കാളൊക്കെ അവിടെ നമ്മളാകത്തില്ല. പിന്നെ ആ ശല്യം കൂടെ കൊണ്ടൊക്കെയാണോ അവിടുന്ന് അയ്യോ, അവൻ്റെ ശല്യം കൊണ്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് മാറിയത്. അതുപോലെ എന്നെ അവൻ മനുഷ്യക്കുരുതി കൊടുക്കുമെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞല്ലേ, പലരും കേട്ടിട്ടുണ്ടത്. അവൻ എന്നോട്, ഞാനപ്പോൾ പറഞ്ഞു, നീ കുരുതി കൊടുത്തുവെച്ച് നീ വെറുതെ നടക്കുവോ? നീ പിന്നെ ജീവിക്കുവോ? നീ എന്നെ മനുഷ്യക്കുരുതി കൊടുത്തിട്ട് നീ പിന്നെ ജീവിക്കുമെന്ന് ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചവളാ. ഞാൻ അവിടെ എന്തോരം ആൾക്കാരത് കേട്ട്, നമ്മുടെ കടയിൽ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം കേട്ടതാണത്. നമ്മുടെ കടയിൽ കഴിക്കാൻ വരുന്ന അതൊക്കെ ചിലപ്പോൾ അന്നൊക്കെ ചിലപ്പോൾ ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത്ര തീർത്തും ഇങ്ങനെ നമ്മളോട് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണ് അന്നേരം ഓർക്കുന്നത്, ഇവൻ അന്ന് ഇത് പറഞ്ഞപ്പോൾ ഇതുകൊണ്ടായിരിക്കും കാര്യമെന്ന്. അവന് ഇങ്ങനെയൊക്കെ എന്തൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അതൊന്നും എനിക്കറിയത്തില്ല. എന്നോട് വന്നേച്ച് ലോഹ്യം കൂടാനൊക്കെ വന്നിട്ടുണ്ട്. ലോഹ്യം കൂടാൻ വന്നിട്ടുണ്ട്, ചേച്ചി ഒരു സ്വാമിയുണ്ട്, അവിടെ പോവാണെങ്കിൽ ചേച്ചിക്ക് പിന്നെ ഭയങ്കര കച്ചവടം. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു സ്വാമിയും വേണ്ട, ഞാൻ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് ആ ദൈവത്തിൻ്റെ ഇത് മതി. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അവന് നമ്മളോട് ദേഷ്യം. അവൻ്റെ പറഞ്ഞ പോലെ നമ്മളതൊക്കെ തിരക്കാൻ പോയെങ്കിലല്ലേ സ്വാമിയാന്നൊക്കെ പറയാൻ പറ്റും. കച്ചവടം നല്ല ഉയർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞോണ്ട് എന്നോട് ലോഹ്യം കൂടി പറയാനൊക്കെ വന്നത്. അന്ന് ഇവര് നമ്മളിവിടെ 60 രൂപയുടെ ചോറ് വയ്ക്കുന്നു, നമ്മൾ തൊട്ട് പറ്റ കൊണ്ടുവന്ന് 30 രൂപയുടെ കഞ്ഞി കൊടുക്കുന്നു. അപ്പം വരുന്നവൻ കഞ്ഞി കുടിക്കുക, ചോറ് തിന്നുക. അപ്പം എന്തോരം ഇതുണ്ടായിട്ടാണ് അവൻ അന്നേരം ആ പരിപാടി എടുത്തത്. എന്നിട്ട് അവൻ 70 രൂപയ്ക്ക് പൊറോട്ട, ബീഫ്, ചിക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ കച്ചവടം പൊട്ടിച്ച് നമ്മളവിടെ ഓടിച്ചിട്ട് ഈ കടയെടുക്കണം. അതുപോലെ തന്നെ നമ്മളെ പൊട്ടിയില്ല, നമുക്ക് ദൈവം ഉയർച്ച തന്നെയാണ്.
ഈ ഷാഫിയുടെ കടയുടെ സമീപത്ത് കട നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് ഇപ്പോൾ അനീഷുമായി സംസാരിച്ചത്. ഇവരെയും പലതരത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. ശ്രീദേവിയും റഫീഖും ഷാഫിയാണെന്ന് പ്രതി ലൈല അറിഞ്ഞത് കസ്റ്റഡിയിലായ ശേഷം. ശ്രീദേവി എന്ന സ്ത്രീ ഉണ്ടെന്നാണ് ലൈല ഇപ്പോഴും വിശ്വസിക്കുന്നത്. ലൈല അന്വേഷണത്തോട് ഇപ്പോഴും സഹകരിക്കുന്നില്ല. അതേസമയം പത്നിയെയും റോസ്ലിനെയും കൊന്ന ശേഷം മരണവെപ്രാളം 3 പേരും ആസ്വദിച്ചു. ഷാഫി ആനയെ കെണിവെച്ച് വീഴ്ത്തുന്ന ജോലിയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ ഷാഫിയുടെ ഒരു ജീവിതം. ഇയാളുടെ ഇടപെടലുകളും പ്രവർത്തികളും മറ്റും. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീഷ്, ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെ ഇയാൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇയാളുടെ ഒരു തന്ത്രമായിരിക്കാം ഈ എതിരാളികളെ അല്ലെങ്കിൽ ഇയാൾക്ക് വൈരാഗ്യം തോന്നുന്നവരെ ഒതുക്കാനായി ഇത്തരം ഭീഷണികൾ ഉണ്ടാകുക എന്നത്. പക്ഷേ തന്ത്രത്തിനപ്പുറം ഇയാൾ പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു തരികയും ചെയ്തു. അങ്ങനെ ഏറെ കൗതുകകരമായ, ഏറെ വിചിത്രമായ ഒരു ജീവിത രീതി നയിച്ചിരുന്ന ഒരാൾ എന്ന് വിശേഷിപ്പിക്കണം ഈ ഷാഫിയെ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. കാരണം ഈ ഷാഫിയുടെ കടയോട് ചേർന്ന് ഒരു ഹോട്ടൽ നടത്തിയിരുന്ന സ്ത്രീയാണ്. അവരെ അടിമുടി ശല്യപ്പെടുത്തി അവിടെ നിന്നും തുരുത്തി ഓടിക്കുന്ന നടപടിക്രമങ്ങൾ ഷാഫി ചെയ്തു. ആദ്യം അനുനയത്തിന്റെ പാതയിലാണ് കൂടിയത്. ഒരു സ്വാമിയുണ്ട്. സ്വാമിയുമായി ബന്ധപ്പെട്ട് പൂജകൾ നടത്തിയാൽ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവും, ഒപ്പം കടയിലെ കച്ചവടം വർദ്ധിപ്പിക്കും എന്ന തരത്തിലൊക്കെയാണ് ഈ സ്ത്രീയെ ആദ്യം ബന്ധപ്പെടുന്നത്. എന്നാൽ അവർ വേണ്ട, ഞാൻ ദൈവവിശ്വാസി മാത്രമാണ്, ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഒരു കൈ അകലത്തിൽ ഷാഫിയെ നിർത്തുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഷാഫിയുടെ ഭാര്യയുമായി ഇവർ ഉരസേണ്ടി വരുന്നു. കാരണം അടുത്തടുത്തുള്ള കടകളാണ്. ഇവർ ഈ അയ്യപ്പന്റെ പാട്ട് വെക്കുക, സെറ്റ് സാരി ഉടുക്കുക, ക്ഷേത്രത്തിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നബീസയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. ഇതേ ചൊല്ലി നബീസയും ഈ വീട്ടമ്മയുമായി തർക്കമുണ്ടാവുന്നു. ചില വാക്കേറ്റത്തിലേക്കൊക്കെ നീങ്ങുന്നു. ഇതിനുശേഷമാണ് ഈ മുഹമ്മദ് ഷാഫി വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം വരികയും മദ്യപിച്ച് ഇവരുടെ കടയിലെത്തി ബഹളമുണ്ടാക്കുകയും ഇവരെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത് ഈ സമയത്താണ് ഇവരെ മനുഷ്യക്കുരുതി നടത്തുമെന്ന ഭീഷണിപ്പെടുത്തിയത് എന്ന് ഈ വീട്ടമ്മ പറയുന്നു. മനുഷ്യക്കുരുതി നടത്തുമെന്ന് പലവട്ടം പറഞ്ഞു. നിരവധി സാക്ഷികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഇതിനുശേഷം പോലീസ് എത്തിയാണ് പിന്നീട് ഷാഫിയെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. അതായത് ഈ മനുഷ്യക്കുരുതി എന്നത് അല്ലെങ്കിൽ ആളുകളെ വിശ്വാസത്തിന്റെ പേരിൽ അടുപ്പിച്ച് നിർത്താൻ ഉള്ള ശ്രമം, ഇതൊക്കെ നേരത്തെ തന്നെ ഷാഫി തുടങ്ങിയിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അന്നേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഭീഷണിയിൽ പോലും, അറിയാതെ നടത്തുന്ന ഭീഷണിയിൽ പോലും ഈ കുരുതി എന്ന വാക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബലി എന്ന വാക്ക് ഉപയോഗിക്കാൻ ഷാഫിക്ക് മടിയുണ്ടായില്ല. ഒപ്പം ഈ വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ സ്വാമി, സിദ്ധൻ എന്നിവരിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും പറയുന്നതിനും ഷാഫിക്ക് മടിയുണ്ടായിട്ടില്ല. ഇത്തരം സിദ്ധൻ എന്ന രീതിയിൽ പിന്നീട് വരുന്നത് ഇയാൾ ഏത് തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആരെയാണ് ഇയാൾ ബന്ധപ്പെടുത്തുന്നതൊക്കെ നമുക്കറിയാൻ കഴിയില്ല. പത്തനംതിട്ടയിൽ ഇയാൾ തന്നെയാണ് സിദ്ധന്റെ വേഷത്തിൽ എത്തുകയും ചെയ്തത്. അതുകൊണ്ട് അടിമുടി ദുരൂഹതയുള്ള ഒരു ജീവിതമാണ്. ഇതിനു മുമ്പും ഒരുപക്ഷെ ഇത്തരത്തിൽ ആളുകളെ വിധേയമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ദിവ്യന്മാരുടെ അടുത്തേക്കൊക്കെ കൊണ്ടുചെല്ലാമെന്ന് വാഗ്ദാനം ചെയ്ത് എന്തൊക്കെ ദുരുപയോഗങ്ങൾ സ്ത്രീകൾ ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം വേണ്ടി വരും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ വീട്ടമ്മയുടെ ഈ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർ ഈ ഷാഫിയോട് ഏറ്റുമുട്ടി ജയിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മറ്റൊരിടത്തേക്ക് കച്ചവടം മാറ്റി ഇപ്പോൾ അവിടെയാണ് വ്യാപാരം നടത്തുന്നത്. രഞ്ജിത്ത്. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു കാര്യം, ഈ നരബലി കേസിലെ പ്രതി ലൈലയുടെ ആദ്യ ഭർത്താവിന്റെ മരണത്തിലും ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട വലംചുഴി സ്വദേശി രാധാകൃഷ്ണൻ 27 വർഷം മുൻപ് മുങ്ങി മരിക്കുകയായിരുന്നു. ലൈലയെ വിവാഹം ചെയ്തു 1.5 വർഷത്തിന് ശേഷമായിരുന്നു രാധാകൃഷ്ണന്റെ മരണം. ആദ്യ വിവാഹത്തിൽ കുട്ടികളില്ലായിരുന്നു. സന്താന ലബ്ധിക്ക് വേണ്ടി നടത്തിയ ആഭിചാരങ്ങളാണ് കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് ലൈലയെ നയിച്ചത് എന്നും പോലീസ് പറയുന്നു. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഡാൻ, അടിമുടി ദുരൂഹതയാണ്. ഇപ്പോൾ ഈ ഷാഫിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുടെ കാര്യങ്ങൾ പറയുകയായിരുന്നു അനീഷ്. ഈ ലൈലയുടെ ജീവിത രീതിയും ശൈലിയും, ലൈലയൊക്കെ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ഷാഫിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ ആദ്യ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ? ഇത്തരമൊരു സംശയത്തിലേക്ക് രഞ്ജിത്ത് പോലീസിനെ നയിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ലൈല എങ്ങനെയാണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി തുടങ്ങിയത്, അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു, അവർക്ക് പ്രേരണയായ ഘടകങ്ങൾ എന്തായിരുന്നു, ഇതിനെപ്പറ്റി വിശദമായ രീതിയിൽ പോലീസ് ഈ ഒരു കേസിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു.
അതുമായി ബന്ധപ്പെട്ട് ലൈലയുടെ ബന്ധുക്കളോടടക്കം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ലഭിച്ച ഒരു സൂചനയിൽ നിന്നാണ് 27 വർഷങ്ങൾക്ക് മുമ്പ് ലൈലയുടെ ആദ്യ ഭർത്താവ് രാധാകൃഷ്ണൻ, അദ്ദേഹം പത്തനംതിട്ട വലംചുഴ സ്വദേശിയായിരുന്നു. വലംചുഴയിൽ അദ്ദേഹം ഒരു അങ്ങാടി മരുന്നിന്റെ കട നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന ചില സൂചനകൾ അന്ന് പോലീസിന് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം അച്ഛൻ കോവിലാറിൽ മുങ്ങി മരിക്കുകയായിരുന്നു എന്ന കൃത്യമായ കണ്ടെത്തലുണ്ടായത്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ലൈലയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തേക്ക് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പ് രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇവർ ആദ്യഘട്ടത്തിൽ ഈ പ്രത്യേക പൂജകൾ പ്രാർത്ഥനകളിലേക്കൊക്കെ കടന്നിരുന്നത്. പിന്നീട് ഇയാൾ മരിക്കുന്നു. ഇവർക്ക് ആദ്യ ബന്ധത്തിൽ കുട്ടികളില്ലായിരുന്നു. പിന്നീട് ഇവരുടെ തന്നെ ബന്ധുവെന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്ന ഭഗവത് സിംഗിനെ വിവാഹം കഴിക്കുന്നു. ഈ ഭഗവത് സിംഗിനെ വിവാഹം കഴിച്ചതോടെ ഈ അന്ധവിശ്വാസത്തിന്റെ ഒരു പാരമ്യത്തിലേക്ക് ഈ ലൈല എത്തുകയായിരുന്നു. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം പോലും വിച്ഛേദിക്കുന്ന തരത്തിൽ ആ അന്ധവിശ്വാസം അവരുടെ തലയ്ക്ക് പിടിച്ചിരുന്നു. അത് അവരുടെ ഭഗവത് സിംഗ് അടക്കമുള്ള കുടുംബാംഗങ്ങളിലേക്കും അവർ ആ ഒരു രീതികൾ പകർന്നു നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്കെല്ലാം സുപരിചിതനായ, എല്ലാവർക്കും ഏറെ സ്നേഹമുണ്ടായിരുന്ന ഭഗവത് സിംഗ് എന്ന ഈ ഒരു മനുഷ്യൻ കൂടി ഈ ലൈലയുടെ ചെയ്തികൾക്ക് പിന്നാലെ ഈ കേസിൽ ഒരു കൂട്ടുപ്രതിയായി മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത്, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.